ഞാനാ പറഞ്ഞിരിക്കുന്നത് സാറ് വണ്ടി എടുത്തോന്നേ. ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥനല്ലേ? ഉദ്യോഗസ്ഥനെ ഓടിക്കാൻ അറിയത്തില്ല. ഒന്ന് കയറ്റിയിട്ട് ഒന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെന്ന്. നിങ്ങളുടെയൊക്കെ വൈഭവങ്ങൾ ഞങ്ങൾ അറിയണ്ടേ? പണ്ട് ഇപ്പഴല്ല, അത് പണ്ട്. ഇപ്പോഴത്തെ ഒന്നും ഇല്ല കേട്ടോ. ഒന്നും പറയാല്ല. 100 രൂപ വെട്ടി അടിച്ചിട്ട് പോവാൻ. അത് സാറിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് സാർ ഇപ്പൊ ഈ പണി കാണിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം വേറെയാ. കോടതി ഉത്തരവ് കാണിച്ചെന്നുള്ളത് അതുകൂടെ എഴുതി അവൻ ഒപ്പിട്ടുണ്ട്. ആ കാണിക്കുന്ന ഇപ്പൊ വരുന്നത്. ഇപ്പൊ പാദയാത്രയിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാല് പെട്ടെന്ന് കിട്ടുന്ന സാധനം അല്ലല്ലോ ഇത്. ഇതൊക്കെ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട സാധനം അല്ല. എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ട് കൈവെക്കാനാണ്. ഡീറ്റെയിലായിട്ട് ഇപ്പൊ സാറേ ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഇപ്പൊ എങ്ങനെയാ ഡീറ്റെയിലായിട്ട് കാണിക്കും എന്ന് പറഞ്ഞാലോ? ഡീറ്റെയിലായിട്ട് തന്നെ സാറിന് ഈ കോടതി ഉത്തരവ് കാണിച്ചത്. അപ്പൊ സാറിന് പറ്റിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു നോക്കാൻ പോലും കാണിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യുന്നത് RTOയ്ക്ക് കോപ്പി ചെയ്ത അപേക്ഷ 16-ാം തീയതി കൊടുത്തിട്ടുള്ള. അത് എന്റെ കുഴപ്പമല്ല. പിന്നെ ഹാജരാക്കാനുള്ള സമയം അനുവദിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പെർമിറ്റ് ഹാജരാക്കാനുള്ള സമയം അനുവദിച്ചിട്ട് ഞാൻ ഇത് ധിക്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ നടപടി ഉണ്ടായാൽ പെർമിറ്റിന്റെ ഇത് എല്ലാവരും ഒന്ന് കണ്ടു. ഒന്നല്ല 2 കോപ്പി കൊടുക്കുകയാണ്. കോടതി ഉത്തരവിന്റെ കോപ്പി ഇങ്ങനെ പുറകിന്ന് കൊടുക്കാൻ പറ്റിയല്ല. എല്ലാരും കണ്ടോളാം. ഇത് പെർമിറ്റിന്റെ കോപ്പിയാണ്. ഇതിന്റെ അകത്ത് വണ്ടി നമ്പരും റൂട്ടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ് നോക്കിക്കോണം. (30/8) വരെ പെർമിറ്റ് ഉള്ളതാണ്. കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നതാണ്. കോടതിക്ക് മുകളിലൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ജോലി. നോക്കണം, എല്ലാവരും നോക്കണം. വണ്ടി നമ്പർ നോക്കണം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സഹിതം ഇത് എവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ? പെർമിറ്റ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഇദ്ദേഹത്തെ കാണിച്ചില്ല എന്ന് പറയരുത്. ഞാൻ കോപ്പി തരാടാ.